सबसे अच्छी बुक है. എടാ നീ പോയത് വിധി നീ ചുമ്മാ കുത്തിയിരിക്കാനാ. ബുക്ക് ഷെയർ ചെയ്താ മതി. ചുമ്മാ हमें शेयर करना पड़ता है. പിന്നെ എക്സാമിന് കൊണ്ട് കിട്ടും. എടാ എക്സാമിന് പറഞ്ഞാൽ മറന്നു. ഇന്ന് ക്വിസ് എന്താണല്ലോ? आज तो घर में पक्का अंडा बनेगा. किसी हाल में भी बनेगा. ആനവട്ട കിട്ടും ഇന്ന് വീട്ടിൽ. Good morning, brother. Please be seated. ഞാനിപ്പോ വന്നിരിക്കുന്നത് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ്. ടീച്ചർ ഇന്നില്ല. അപ്പോ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലായിരുന്നോ ടീച്ചർ ഒരു ഓറൽ എക്സാമിന്റെ കാര്യം, അത് ഇന്ന് ഉണ്ടായിരിക്കത്തില്ല. അപ്പൊ നിങ്ങൾ ആ സമയം ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗെയിം കളിക്കാം, പക്ഷെ കുറച്ച് സൈലന്റ് ആയിട്ട് കളിക്കാം. ഓക്കെ, എന്തായാലും ഞാൻ ഒരു രജിസ്റ്റർ അറ്റൻഡൻസ് എടുത്തേക്കാം. എല്ലാവരും വന്നിട്ടുണ്ടെന്ന് തോന്നണോ അല്ലേ? അപ്പൊ അതിന്റെ ആവശ്യമില്ല. ഓക്കെ, എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോ. ഒരുപാട് ബഹളം ഉണ്ടാക്കരുത്. ഓക്കെ, അന്ന് ഞാൻ അങ്ങോട്ട് പോയേക്കാണ്. ഞാൻ അച്ഛൻ വിളിക്കുന്നുണ്ട്, അതുകൊണ്ട് പോയേക്കാണ്. ഓക്കെ, ടീച്ചർ പോയി നമ്മളൊക്കെ ഇനി നല്ലതായിട്ട് ഗെയിം കളിക്കാം. എന്റെ ഈ സ്റ്റോറി ബുക്കിന്റെ ഓഥർ എനിക്ക് ഏറ്റവും നല്ലത്. ഇതിന്റെ പേര് ജെർമനോ സ്റ്റിൽസൺ ആണ്. ഇതിന്റെ ഫാമിലിയും ഉണ്ട്. തിയ സ്റ്റിൽസൺ ഉണ്ട്, ബെഞ്ചമിൻ സ്റ്റിൽസൺ ഉണ്ട്, ബഗ്സി ബി ഉണ്ട്. ഇത് എനിക്ക് എലികൾ. ഇവനെന്താ ഇത്രയും ബുക്കിനെ എപ്പോ നോക്കിയാലും സ്നേഹമുണ്ട്? എനിക്ക് പഠിക്കാൻ പഠിച്ചിട്ട് വരാതെ. എനിക്ക് പഠിക്കാൻ ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് സ്റ്റോറി ബുക്ക് വായിക്കാൻ എല്ലാം. എന്താ നമ്മൾക്ക് ഗെയിം കളിക്കാം. പിക്കാച്ചു ഇല്ല, ഞങ്ങൾ ഒരു കാര്യം ചെയ്യാം. ഇവിടെ ഞങ്ങൾ സ്റ്റോൺ പേപ്പർ സീരീസ് ഇവൻ ആദ്യം കളിക്കും. ഇവൻ തോറ്റാൽ ഞാൻ മോന്തയ്ക്ക് എടുക്കും. സ്റ്റോൺ പേപ്പർ സീസൺ ഷൂട്ട്. അയ്യോ, പേപ്പർ സീസൺ ഷൂട്ട്. സ്റ്റോൺ പേപ്പർ സീസൺ ഷൂട്ട്. ഇല്ല, എല്ലാവരുടെ 3 വർഷം വരുന്നുണ്ട്. അപ്പൊ ഇവന്റെ 2 സ്റ്റോൺ പേപ്പർ സീസൺ ഷൂട്ട്. സ്റ്റോൺ പേപ്പർ സീസൺ ഷൂട്ട്. സ്റ്റോൺ പേപ്പർ സീസൺ ഷൂട്ട്. തോട്ടുപോയി എന്റെ കയ്യിൽ നിന്ന്. കളിയാണല്ലോ. എനിക്ക് കളിനകത്തും ഞാന് സമയമായിരുന്നു. ബ്രേക്ക് ആയില്ലോ. തീർന്നൂടാ. അപ്പൊ പോവാ. പിന്നെന്താ പ്രാർത്ഥിച്ചിട്ട് പോവാം. അനിയെന്താ ഇവർ കുത്തിയിരിക്കാനാ? സൂക്ഷിച്ച് എങ്ങനെ തലകുത്തി വീഴുവേ. Our Father who art in heaven, hallowed be thy name. Thy kingdom come, thy will be done on earth as it is in heaven. Give us today our daily bread, and forgive us our sins, as we forgive those who trespass against us. And lead us not into temptation, but deliver us from evil. Amen. Hail Mary, full of grace, the Lord is with you. Blessed are you among women, and blessed is the fruit of your womb, Jesus. Holy Mary, Mother of God, pray for us sinners, now and at the hour of our death. Amen. Glory to the Father, and to the Son, and to the Holy Spirit, as it was in the beginning, is now, and ever shall be, world without end. Amen. പാട്ട് പാടി റോഡ് ഞാനുള്ള ഗായകനാ. വേണമെങ്കിൽ നീ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ പാട്ട് പാടി. വേണ്ടേ? എന്നാലും ഇന്ന് നല്ലതായിട്ട് നമ്മൾ രക്ഷ. അല്ലെങ്കിൽ ടീച്ചറായി കിട്ടിയാൽ നമ്മൾക്ക് വീട്ടിനകത്ത് നല്ലതായിട്ട് കോഴിമുട്ട ഉണ്ടാകാം. ഇനി എടോ, നാളെ നമ്മൾ പുതിയ അഡ്മിഷൻ വരാൻ പോയില്ലേ? അവന് ഗിഫ്റ്റ് വല്ലതും കൊണ്ടുവരും നാളെ. അവന് ആദ്യം ഞങ്ങൾ ഫ്രണ്ട് ഔട്ടുണ്ടാവും. അവന് മൂക്കടിച്ച് കുടിക്കുന്നതാണ്. കുറച്ച് അവനോട് ഫ്രണ്ട് ആവും. നോക്കി ഞാനിപ്പോ വന്നിരിക്കുന്നത് ഞാൻ അച്ഛനെ പോയി കണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ക്ലാസ് ടീച്ചർ ഇല്ല, അപ്പോൾ ഞാനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇത് നമുക്ക് വേറൊരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ നമുക്ക് 3 പുതിയ സ്റ്റുഡൻസ് ഉണ്ട്. ഞാൻ അവരെ വിളിക്കുകയാണ്. അവരെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ സോൾവ് ചെയ്യും. ഓക്കെ, അവരെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്റെ
എൻ്റെ പേര് ജിമിന്. ഞങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്സ് ആണ്. പ്ലസ് എൻ്റെ പേര് ആരു. എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ഒരു 5. ഒരു കൈകൂട്ടി ഒരു നിങ്ങളൊരു ക്ലാസിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാം. എനിക്ക് അച്ഛൻ അത്യാവശ്യം കാണേണ്ടതുണ്ട്. അപ്പൊ ഞാൻ എനിക്കൊന്ന് പോയേക്കാം. ഓക്കെ, കുറച്ച് പോരാ പോരെ. അടുത്ത ക്ലാസ് ഞാൻ പറഞ്ഞില്ല എന്റെ ഫ്രണ്ട് ആയി ഈ വലിയ ഉണ്ടാവുക പോയില്ലേ ഈ ബ്രദർ ഞങ്ങൾ പറഞ്ഞ ടീച്ചറില്ലേ. അപ്പൊ നാളെ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചോണ്ട് വരണം. Chapter number 1, page number. അത് ചിലപ്പോ ബ്രേക്ക് കഴിഞ്ഞിട്ടായിരിക്കും. നിങ്ങൾ ചാപ്റ്റർ പറഞ്ഞുതരാം. ബ്രദറിനെ ഓർമ്മിച്ചിരുന്നല്ലോ. നിങ്ങൾ ഫാദർ പറഞ്ഞിട്ട് പറയും. ചാപ്റ്റർ ചാപ്റ്റർ 14. ചാപ്റ്റർ 14 Forest and wildlife. Forest and wildlife. ടീച്ചർ അല്ലെങ്കിൽ നാളെ അടുത്ത സൺഡേ അങ്ങനെ ഒരു കാര്യം ഞങ്ങൾ ഗെയിം കളിക്കും. പെൺപെട്ടി കളിക്കും. പക്ഷെ ഈ ടേബിളിൽ കളിക്കാം. അത് ഇവിടെ അത് ലെവലല്ലല്ലോ. മുടിയില്ലാത്ത പേരാ എന്റെ ഇതാ എന്റെ ഇതായിരിക്കുവേ. എന്റെ സ്റ്റിക്കർ ഇല്ലാത്ത എന്റെ സ്റ്റിക്കർ ഇല്ലാതെ സ്റ്റിക്കർ ഇവിടെ വെച്ചോ ബോഡിനകത്ത്. എൻ്റെ അകത്ത് ബോഡിയുടെ അകത്ത് ഇല്ല. അത് നമുക്ക് എങ്ങനെ മനസ്സിലാവും? ഇതെന്താ അങ്ങനെ വേണ്ട. സ്റ്റിക്കർ വേലി ഒട്ടിച്ചിരുന്നാ മതി. ഇതാ അപ്പൊ ഇത് ലൈനുണ്ട്. ഇതെന്താ അപ്പൊ സ്റ്റിക്കർ ഇല്ലാതെ പേന സ്റ്റിക്കർ ഇല്ലടാ. അപ്പൊ സ്റ്റിക്കർ നടുക്ക് ഒട്ടിച്ചാൽ മതി. അല്ലെങ്കിൽ ഈ പേന കൊടുക്കാം. എല്ലാരും അവരുടെ ശരി കളിക്കാം. 3, 2, 1 സ്റ്റാർട്ട്. ഞാനല്ലേ എൽസോ ഞാൻ ചെയ്യാം. അടിക്കാൻ പറ്റില്ല. നീയല്ലേ അടിക്കും. ഞാനല്ലേ എന്റെ നല്ല പണി വാങ്ങി. അല്ലത് ഇവിടുന്ന് ഇങ്ങനെ അടിച്ചതാ. വേണ്ട 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 വേണ്ട. അങ്ങനെ അടിച്ചാ നീ പോകും. നീ ഇവിടെ അടി, ഇവിടെ നിന്ന് അടി. നേരെ അടിച്ചോടാ, നേരെ അടിച്ചോടാ. ഞാൻ അടിക്കാൻ ഞാൻ അടിച്ചോളാം. അയ്യോ 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 അമ്മയുടെ പിന്നറോ എല്ലാരും മാച്ചിങ് ആവാൻ വേണ്ടിയുള്ള മെമ്മറീസിന് വേണ്ടി ഞങ്ങൾ അടുത്ത സൺഡേ ഈ സെയിം കൊടുത്തിട്ട് നീ കഴിയിട്ട് വരാൻ പറ്റില്ല. സ്റ്റോറി ബുക്ക് പഠിക്കാതെ ഫ്രീ പീരീഡ് മെക്ഡോണൽഡ്
എനിക്കറിയാം ഞങ്ങളുടെ ജീരോ വേണ്ട, വേണ്ട. ടിക്ടോക്ക് ബെഞ്ചർ. കേട്ടോ? അത് വേണ്ട. അത് പക്ഷേ ഇപ്പം 10 മിനിറ്റിൽ ഇത് ക്ലാസ്സിന്റെ അങ്ങ് പോവാ. ആ, ഈ ക്ലാസ്സിന്റെ അങ്ങ് പതിയെ അങ്ങ് പോണം. വീട്ടിൽ പോണം. ആ. വീട്ടിൽ പോയിട്ട് നല്ല ഇറച്ചിയില്ല ഭക്ഷണം നല്ല കഴിച്ചിട്ട് ഒക്കെ കഴിക്കാൻ അയ്യോ ഇവന്റെ തന്നെ നോയമ്പ്. ഇവന് എല്ലാ ദിവസവും പറയാം നോയമ്പാ. ഇവൻ തന്നെ പറയാൻ ഇറച്ചി കഴിക്കാൻ പോകും. കുറച്ച് കഴിഞ്ഞ് കറി കഴിക്കാം. മാഗി വെച്ചില്ലടാ. ഇവിടെ എങ്ങാനും മണ്ണുണ്ടോ? എപ്പം? സ്ലൈസ് കഴിക്കൂലേ? ഫ്രൈഡേ ആയിരിക്കും ഇത് കഴിക്കേ. ഓഫറുണ്ട് ഇവിടെ ഇവിടെ എങ്ങാനും മണ്ണുണ്ടോ? ഇതിന്റെ ബോൾസ് അല്ലേ? ഇത് ബോൾസാ. ഇത് ബോൾസാ. ക്യാഷ് ഇട്ടതല്ലോ ഇതോ ഞാൻ ചെയ്യാൻ പാടില്ല. മുനി 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 മുനി. അതിന്റെ പുറകെ എന്തോ എഴുതിയിട്ടുണ്ട്. അത് മനോരമയാടാ. മൂവി കാണുന്നുണ്ട്. മൂവി ടിക്കറ്റ് മനോരമ മാക്സ് ആണ് 500 points കിട്ടും. എല്ലാവരും പാക്ക് ചെയ്തിട്ട് ഒരു മിനിറ്റിനകത്ത് നാളെ ബാഗ് കൊണ്ടുവരണം. അതോ ബാഗ് വേണം, നേരെ ബുക്സ് കൊണ്ടുവരണം. ഞാൻ ബുക്സ് കൊണ്ടുപോയായിരുന്നു. ആ സമയം ബുക്ക് എടുത്തോ. എല്ലാരും അവരുടെ എല്ലാ പുസ്തകം എല്ലാം എടുത്ത് നോക്കിക്കൊണ്ട് പോണേ ആരെങ്കിലും മറ്റേ ബുക്ക് എടുത്തോണ്ട് പോയാ. ഈ പുസ്തകം ഇതെന്റെയാ. ഇതെന്റെയാ എന്റെയാ. ഇതെന്റെയല്ല ഇതായിപ്പോ ആ ഇതെന്റെയാ ഇതല്ല അപ്പൊ ഇതായിപ്പോ ബൈ. പോവാം. ആ ഇതായില്ലേ അങ്ങോട്ട് കാണിക്കില്ലേ ബൈ ഗ്യാസ് കിട്ടും പിന്നെ ഇവിടുത്തെ പൈസ നമ്മൾക്ക് തരാമോ അതൊക്കെ നമ്മൾ പഠിക്കാനോ വാ 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 വാ. ഒരാളുടെ എക്സിറ്റ് റൂമോ അതാ. ബൈ പ്രിൻസിപ്പൽ. ബൈ പ്രിൻസിപ്പൽ. പ്രിൻസിപ്പലിന്റെ ബൈക്കിൽ വരാം. ബൈ. ബൈ ബൈ. എടാ ഞാൻ വരുന്നു. എടാ ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഡിക്റ്റേഷൻ എങ്ങനെ പറഞ്ഞായിരുന്നു? ഉണ്ടായിരിക്കും ഇപ്പൊ ഇന്നല്ല നാളെ I think so ഉണ്ട്. ഇപ്പൊ ആയിരിക്കും പക്ഷെ എനിക്ക് പറഞ്ഞു എന്നാണ് ഓർമ്മ. ഡാഡിനോട് തന്നില്ല അപ്പൊ അല്ല അവിടെ ഇരുന്നവൻ എന്ത് ചെയ്യും? അവന് ലൈനിലോ ആ അല്ല ലൈനിൽ വെളിപ്പോയി ബാത്റൂമിൽ അവൻ ആരുടെ വെച്ചിട്ട് പോയേ? അവനിങ്ങനെയാണോ പൊതുവെ ഇങ്ങനെയാണോ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി? ഞാൻ ഫ്രീ ഉള്ള ഇല്ലാത്ത സമയത്തല്ലേ? അതെ ഇങ്ങനെ ഇറങ്ങി പോകുന്ന. അത് ശരി. ആ കവിഞ്ഞു. നീ എവിടെ പോയി കിടന്നു? വാഷ്റൂമിലോ? വാഷ്റൂമിൽ എന്തായിരുന്നു പരിപാടി? ആരുടെ അടുത്ത് വെച്ചിട്ട് പോയേ? നിന്റെ അടുത്ത് വെച്ചിട്ടാണോ? നിന്റെ അടുത്ത് വെച്ചിട്ടാണോ പോയെ അവൻ? ടോയ്ലറ്റിൽ പോയി നിന്റെ അടുത്ത് വെച്ചിട്ടാണോ? നിന്റെ അടുത്ത് ചോദിച്ചില്ലേ? നീ എന്തിനു ഇറങ്ങി പോയേ? നീ ഇങ്ങനെ സ്ഥിരം പരിപാടി ഉള്ളതാന്ന് പറഞ്ഞു ക്ലാസ്സിലുള്ളവര്. നീ വന്നിരിക്കും. എനിക്ക് ഡിക്റ്റേഷനുള്ള കാര്യം അറിയോ? കഴിഞ്ഞ ദിവസം പറഞ്ഞ ഡിക്റ്റേഷനുള്ള കാര്യം അവന് ഓർമ്മയുണ്ട്. ഓക്കെ, നിങ്ങളെല്ലാവരും പേപ്പർ എടുത്ത് എല്ലാവരും എടുക്കുക. ആരും സംസാരിക്കാണ് സംസാരിക്കണ്ട. പേപ്പർ എടുക്കുക. ഞാൻ ബൈബിളിലെ ക്യാരക്ടേഴ്സിന്റെ പേര് പറയും, നിങ്ങളത് എഴുതുക. ഓക്കെ. സക്കറിയ, ജെറമായ, നെബുക്കദ്നേസർ,
പഠിപ്പിച്ചാണ് നിങ്ങളുടെ ഏത് നെബുക്കദനേസർ. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, മോസസിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാനായിട്ട്. ഓക്കെ, നിങ്ങളത് എഴുതിക്കോ. എന്നിട്ട് ഒരു 5 മിനിറ്റ് അതിന് സ്പെൻഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പേപ്പർ തന്നാച്ചാൽ മതി. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മോസസ്. മോസസ് എന്തെന്ന് ചെയ്തിട്ടാ? അത് മോസസ് എന്തെന്ന് ചെയ്തിട്ടുണ്ട് അത് എഴുതണം. അവിടെ എന്തൊരു ചിരി? നീ ഇപ്പൊ എന്തൊരു ചിരിച്ചേ? ആ, നിങ്ങൾ ചിരിക്കാനായിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാൻ പറഞ്ഞിട്ടുണ്ടോ ഞാൻ? നീ കുറച്ച് നേരമായില്ല അവന്റെ പേപ്പറിലേക്ക് നോക്കാൻ പറഞ്ഞിട്ട്. നീ എന്തിനിപ്പോ അവന്റെ പേപ്പർ നോക്കിയേ? എന്തിനാ നോക്കിയത്? നീ അറിയാത്തോണ്ടാണോ? ഒരു സഹായം. നീ കോപ്പി അടിച്ചല്ലേ? കോപ്പി അടിക്കാൻ പാടില്ലെന്ന് അറിയാമോ നിനക്ക്? നിനക്ക് അറിയത്തില്ല കോപ്പി അടിക്കുന്നത് തെറ്റാണെന്നുള്ള കാര്യം അറിയത്തില്ല? തെറ്റാണെന്ന് അറിയാം, എന്തിനു കോപ്പി അടിച്ചേ? അത്യാവശ്യം നോക്കി എഴുതിയോ? മതി എല്ലാവരും ആ മതി. ആ പേപ്പർ എടുത്തോ. അല്ല കുഴപ്പമില്ല, മനസ്സിലായി. ഞാൻ പേരെടുത്തു. എല്ലാവരും ഡൈഷൻ എനിക്കറിയാം. നീ പേപ്പർ വെച്ചു. ആ 2 പേരും പേപ്പർ. നീ ആ പേപ്പർ കൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് പോകും. എന്നിട്ട് അച്ഛൻ്റെ അടുത്ത് പറ, ഞാൻ കോപ്പി അടിച്ചു, ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും ഞാൻ കോപ്പി അടിച്ചു. അച്ഛൻ്റെ അടുത്ത് പറ, കോപ്പി അടിക്കുന്നത് തെറ്റാണെന്ന് എനിക്ക് അറിയാം എന്നുള്ള കാര്യം അച്ഛൻ്റെ അടുത്ത് പറ. ശരി. സ്ഥിരം ചീറ്റിങ് നടത്തുന്ന ആളാണല്ലേ? ഓർമ്മയില്ല. ഇനി മേലാൽ ഇങ്ങനെയുള്ള പണികൾ ചെയ്യാം. നീ ഇതൊക്കെ മനസ്സിലാക്കണം. പിള്ളേര് എത്ര നാളൊക്കെ ചെയ്യാൻ പറ്റും? നീ ചെയ്യോ? ഇവിടെ ഇനി മേലാല് ഇങ്ങനെയുള്ള കള്ള പണികൾ ചെയ്യരുത്. ഓക്കെ, വീട്ടിൽ പോയി നന്നായിട്ട് പഠിച്ച് ബൈഹാർട്ടായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കോപ്പി അടിക്കേണ്ട പ്രോബ്ലം ഒന്നുമില്ലല്ലോ. ഭാവിയിൽ നല്ല കുട്ടികളായി വളരേണ്ട ആൾക്കാരാണ് അല്ലേ? ഒരു മന്ത്രിയോ ജഡ്ജോ എഞ്ചിനീയറോ അങ്ങനെയൊക്കെ ആവേണ്ട കുട്ടികളാണ് അല്ലേ? ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ കോപ്പി അടിക്കുക, നോക്കി എഴുതുക, തുണ്ട് കടലാസ് വെക്കുക, അതൊക്കെ ശരിയാണ്. ദൈവത്തിന് പോലും ഇത് ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് മേലിൽ നീ ഇത് ആവർത്തിക്കരുത്. ഓക്കെ, എന്റെ പേരൻസിനെ വിളിച്ച് സംസാരിക്കണം. ഇല്ലല്ലോ, ഇന്നും കൊണ്ട് ഇത് നിർത്തിക്കണം. ഇനി മേലിൽ ഇങ്ങനെ ചെയ്യരുത്. ചെയ്താൽ ക്ലാസ്സിൽ എല്ലാവരുടെയും മുൻപിൽ വെച്ച് വീണ്ടും ഞാൻ ശിക്ഷിക്കുന്നതായിരിക്കും. ഓക്കെ, യു അഗ്രി? ഓക്കെ, then go to class. Take this. Able. And out of 10. Very good. Thank you. Then comes Gia Thomas. Very good. 10 out of 10. Aaron. 8 out of 10. Need to improve. Okay. Okay, thank you. Then comes Jibin Thomas. This you need to improve. Okay. 7 out of 10. Then who is this guy? Lionel. 10 out of 10.
ഓ നീ പഠിച്ചു കഴിഞ്ഞപ്പോ അപ്പോ കഴിഞ്ഞ പ്രാവശ്യത്തെ ആ പിടുത്തത്തിന് ശേഷം ഒരു മാറ്റമൊക്കെ ഉണ്ട്. ഒക്കെ ശരിയായി, മാനസാന്തരം വിട്ടില്ലേ? ഇനി കോപ്പി അടിക്കുന്നില്ല അല്ലേ? നന്നായിരിക്കുന്നു. എന്റെ പപ്പയും പറഞ്ഞു നിങ്ങൾ ഇന്ന് കോപ്പി എടുത്ത് നിങ്ങൾ മുന്നിൽ പോയിട്ട് ആരെങ്കിലും പറ്റിക്കാൻ പറ്റും, പക്ഷെ നിങ്ങൾക്ക് ഇൻഷണം പറ്റിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ഇതിന്റെ കള്ളത്തരമായിട്ട് ജീവിക്കുന്ന ആവശ്യമില്ലാതെ നിങ്ങൾ സത്യമായിട്ട് നിങ്ങൾ മനസ്സിൽ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. നിങ്ങൾ മനസ്സിൽ വെച്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ എത്ര ചെയ്ത് കിട്ടിയാലും നിങ്ങൾ ജയിക്കും. ഓക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ ലയണലിന് കിട്ടിയ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞ് കോപ്പി അടിക്കരുത്, അത് തെറ്റാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആരും കോപ്പി അടിക്കരുത്. തോക്കാണെങ്കിൽ തോക്കട്ടെ, നോ പ്രോബ്ലം. കോപ്പി അടിക്കാതിരിക്കുക, അല്ലെങ്കിൽ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. എല്ലാവർക്കും ഹാപ്പി വീക്കെൻഡ്. എല്ലാവർക്കും പാർട്ടി ഉണ്ടാവും. അത് ഇതിനകത്തുണ്ടോ?